ഇന്നിപ്പോൾ ഞാനൊരു സെൻറ്റാങ്കിൾ ആർട്ടാണ് ചെയ്യുന്നത്. സെൻറ്റാങ്കിൾ ആർട്ടിനെ പറ്റി എനിക്ക് അറിയുന്ന കുറച്ച് വിവരങ്ങൾ പറഞ്ഞു തരാവേ. ഈ ഒരു സെൻറ്റാങ്കിൾ ആർട്ടിനെ മെഡിറ്റേറ്റീവ് ഡ്രോയിങ്ങും അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആർട്ടും എന്ന് പറയുന്നുണ്ട്. 2004 അമേരിക്കൻ ദമ്പതികളായ റിക് റോബോട്ടിക്സും മരിയ തോമസും ലോകത്തിന്റെ മുന്നിൽ ഈ ഒരു ആർട്ട് അവതരിപ്പിച്ചത്. ഈ ഒരു ആർട്ടിന്റെ പിന്നിൽ രണ്ടുപേരുടെ ആശയത്തിൽ റോബോട്ടിക്സിന്റെ മെഡിറ്റേഷനുള്ള അറിവും മരിയ തോമസിന്റെ കാലിഗ്രാഫിയുള്ള കലയുമായിരുന്നു. ഈ രണ്ട് കലയെ കൂട്ടിയോജിപ്പിച്ച് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ആസ്വദിച്ച് ചെയ്യാവുന്ന ഒരു കലാരൂപമായി അവർ ഇതിനെ മാറ്റി. ഈ ഒരു ആർട്ടിന്റെ പ്രത്യേകത ആർക്കും വരയ്ക്കാം. ഇതിനൊരു പ്രത്യേകത ചിത്രകല പരിശീലനമോ ഒരു കഴിവോ ആവശ്യമില്ല. സെൻറ്റാർട്ടുകളിൽ തെറ്റുകൾ എന്നൊരു സങ്കല്പമില്ല. വരയ്ക്കുമ്പോൾ സംഭവിക്കുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും ഒരു പുതിയ ഡിസൈനായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഇറേസർ ഉപയോഗിക്കാറില്ല. നമ്മൾ ലളിതമായി പറയുകയാണെങ്കിൽ കുറച്ച് വൈറ്റ് പേപ്പറിൽ ഒരു ബ്ലാക്ക് പെന്ന് മാത്രമായി മതി ഈ ഒരു കലാരൂപം തുടങ്ങാൻ. വരയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് മനസ്സിൽ ശാന്തമാക്കാനും ടെൻഷൻ കുറക്കാനും ഇത് സഹായിക്കുന്നു. ആർട്ട് എന്നത് വളരെ ലളിതമായ ചില പാറ്റേണുകൾ ആവർത്തിച്ചു വരച്ചുകൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു കലാരീതിയാണ്. ഇന്നത്തെ നമ്മളെ സെൻറ്റാങ്കിൾ ആർട്ടിന്റെ ഒരു പാറ്റേൺ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. ഈ ഒരു സെൻറ്റാങ്കിൾ ആർട്ടിൽ നമ്മൾ ആദ്യം കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ബോക്സ് ആയിട്ട് വരയ്ക്കുകയാണ്. ഓരോ സ്ക്വയർ ബോക്സിലും ഓരോ ഫ്ലവർ പെറ്റൽസ് പോലെ വരയ്ക്കുകയാണ്. ആ ഒരു പെറ്റൽസ് കൂടി ചേർന്നാണ്ട് അതിനൊരു ഫ്ലവർ പോലെ ആയിട്ടുണ്ടാവും. ഒരു 4 ബോക്സിൽ ഒറ്റ ഫ്ലവർ പോലെ. ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ നേരക്ക് ലൈൻ വരയ്ക്കുക. വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഇപ്പം നമ്മൾ 2 പൂക്കൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ക്യാപ്പ് കിട്ടും. ആ ഒരു സെൻറ്ററിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ ലൈൻ വരയ്ക്കുക. ബാക്കി എല്ലാ സ്ഥലത്തും അതേപോലെ തന്നെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെൻറ്റാങ്കിൾ ആർട്ടിൻ്റെ ഔട്ട്ലുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഓരോ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ട് അങ്ങനെയൊന്നും കുഴപ്പമില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊന്നും ഇതിന് അങ്ങനെ അറിയില്ല, കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ആർട്ട് ഒരു കലാകാരല്ലാത്ത ചിത്രകാർക്ക് പോലും വരക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റാങ്കിൾ ആർട്ടിൻ്റെ ഔട്ട്ലുക്ക് ഏകദേശം ഇതാണ്. അപ്പോൾ ടാറ്റാ ബൈ.